100 കൊല്ലം കഴിഞ്ഞ് അടുത്ത 100 കൊല്ലത്തിലേക്ക് നമ്മൾ ആദർശ വിശുദ്ധി എന്ന് വെറുതെ പറഞ്ഞതല്ല, അത് വിശുദ്ധി തന്നെയാണ്. എന്റെ കഴിഞ്ഞ 100 കൊല്ലം മുമ്പ് 926 ഉണ്ടായിരുന്ന അതേ ആദർശം, ആചാരം, അനുഷ്ഠാനം നമുക്ക് ഇന്നും നിലപാടുകൾ തന്നെയാണ്. അത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പുതിയ നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ ഈ ഒരു സ്ഥിരതയുള്ള ആദർശത്തിന്റെ പിറകിൽ അടിയുറച്ചുകൊണ്ട് മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു കാര്യം ആണയിട്ട് പറയുന്നു, ഈ അവസാന കാലഘട്ടത്ത് ലിബറലിസവും പുതിയ അൾട്രാ സെക്കുലറിസവും ഒക്കെ പെരുകി വരുന്ന കാലത്ത്, തോന്നലുകളെ മതമാക്കി സ്വീകരിക്കുന്ന കാലത്ത്, അവനവന്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി ആദർശങ്ങളെ നിർമ്മിക്കുന്ന കാലത്ത് ഇസ്ലാമിന്റെ സുന്നത്തു ജമാഅത്തിന്റെ ശരിയായ മാർഗരേഖയുടെ പിറകിലൂടെ സഞ്ചരിക്കുക എന്നത് എളുപ്പമുള്ള പണിയല്ല. അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണമെന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ സുന്നത്തു ജമാഅത്തിനെ സ്വീകരിക്കേണ്ടത്. അതിന് നമുക്കുള്ള ഏറ്റവും നല്ല വഴി സമസ്ത എവിടെ പറയുന്നുവോ അവിടെ നിൽക്കുക എന്നതാണ്. ഞാൻ ഒറ്റയ്ക്ക് ആലോചിച്ചുകൊണ്ട് ശരിയായ മാർഗങ്ങളെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഉലമാ പറയുന്നിടത്ത് ഉലമാഇന് ഒരു ലാഭവുമില്ല. നാട്ടുകാരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നുകൊടുത്തിരുന്നുവെങ്കിൽ ഉലമാഇന് നല്ല ലാഭം ഉണ്ടാകുമായിരുന്നു. പക്ഷേ നമ്മുടെ ഉലമാ, സമസ്തയുടെ ആലിമീങ്ങളോ നേതാക്കന്മാരോ നാട്ടുകാർക്ക് വേണ്ടി അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഇസ്ലാമിനെ ഉണ്ടാക്കി കൊടുക്കുന്നവരല്ല, ബിദഅകളെ പോലെയുള്ള സമീപനം സ്വീകരിച്ചവരല്ല. അതുകൊണ്ട് നമ്മുടെ ഉലമാ ഒഴുക്കിനെതിരെ നീന്തി ആളുകൾക്ക് അരുതേ അരുതേ അരുതേ, നിങ്ങൾ ചെയ്യരുതേ ചെയ്യരുതേ എന്ന് പറയുന്നത് ഇഷ്ടമല്ല, എന്നിട്ടും ഉലമാ പറയുന്നത് ഇത് അമാനത്തായത് കൊണ്ടാണ്. അത് നമ്മൾ ഏറ്റെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.